വിദ്യാഭ്യാസത്തിന് ശേഷം ഭാവി ജീവിതം ചോദ്യചിഹ്നമായി മാറുന്ന സാഹചര്യത്തിൽ അതിനുത്തരമായി മാറുന്ന ഒരു ശബ്ദമുണ്ട് നമുക്ക്. ആ ശബ്ദത്തിനുടമയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് ഡോക്ടർ PR വെങ്കിട്ടരാമൻ സാർ. 365 ദിവസവും വിദ്യാർത്ഥികൾക്ക് മുൻപിൽ ഭാവി സ്വപ്നലോകം തുറക്കുക മാത്രമല്ല, അവിടെ എത്തുവാനുള്ള മാർഗനിർദ്ദേശവും നൽകുന്ന മികച്ച ഗുരുനാഥൻ. പ്രമുഖ ദിനപത്രങ്ങളിൽ അക്ഷരമായും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നിറഞ്ഞ പുഞ്ചിരിയോടെ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും വഴിവെളിച്ചമായി മാറുന്ന സഹയാത്രികൻ. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും സുവോളജി ബാച്ചിലർ ഡിഗ്രിയും MSc ഡിഗ്രി ഫസ്റ്റ് ഗ്രേഡും നേടി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD എടുത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ സുവോളജി ഹെഡായി സേവനമനുഷ്ഠിച്ചു. എഡ്യൂക്കേഷണൽ ടൈംസ് അദ്ദേഹത്തെ നാഷണൽ കൗൺസിലറായി തിരഞ്ഞെടുത്തു. ഇക്കാലയളവിൽ 6 ടെക്സ്റ്റ് ബുക്കുകളും മറ്റനവധി സയന്റിഫിക് ലേഖനങ്ങളും പ്രസിദ്ധപ്പെടുത്തി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ PRV അസോസിയേറ്റ്സ് സീനിയർ കൺസൾട്ടന്റായി തുടരുന്ന ആ മഹത് വ്യക്തി ഡോക്ടർ PR വെങ്കിട്ടരാമൻ. ഒപ്പം മോഡലും ബിരുദ വിദ്യാർത്ഥിയുമായ കുമാരി ഗൗരി നന്ദ. സാർ, നമ്മളിപ്പോൾ ഒരു ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോഴ്സ് ആയിക്കോട്ടെ, നമ്മളത് സെലക്ട് ചെയ്യണതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടേ? നമ്മളോട് ചോദിച്ച ചോദ്യത്തിന് 2 കാര്യങ്ങളാണ്. കോഴ്സിനെ പറ്റിയും ജോലിനെ പറ്റിയും പറഞ്ഞു. ഞാൻ ആദ്യം ഈ കോഴ്സിനെ പറ്റി പറഞ്ഞിട്ട് ജോലിക്ക് അങ്ങനെയാണല്ലോ, പഠിത്തം കഴിഞ്ഞിട്ടാണല്ലോ ജോലിയില്ലേ. കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമുക്ക് ആ കോഴ്സിൻ്റെ പർപ്പസ് എന്താണ്. ഒരു കോഴ്സ് പഠിക്കുന്ന പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. ആ ഒരു വിദ്യാർത്ഥിയുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനാകാം, ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വരാനുണ്ടാകാം, വേണമെങ്കിൽ നമുക്ക് അയാൾക്കൊരു കരിയർ തന്നെ ബിൽഡ് ചെയ്യാനുണ്ടാകും, ഒരു ജോലിക്ക് വേണ്ടി ഉണ്ടാകാം. ഇന്നത്തെ ഒരു സെറ്റപ്പിൽ നമ്മൾ ചോദിച്ച ഒരു 90% കുട്ടികളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും പഠിക്കുന്ന കോഴ്സുകളുടെ മെയിൻ ഉദ്ദേശം അവർക്കൊരു ജോലി കിട്ടണം, നല്ല രീതിയിൽ ജോലി കിട്ടണം. അതാണല്ലോ മെയിൻ ഉദ്ദേശം. ബാക്കി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ ഈ യുഗത്തിൽ പണ്ടത്തെ മാതിരിയല്ല, എല്ലാവർക്കും പാസ്സായി കഴിഞ്ഞാൽ ഒരു ജോലി വേണം. അത് കേരളത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഏകദേശം 95% പെൺകുട്ടികൾക്കും ജോലി വേണം. അതിൻ്റെ വേറെ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്സ് വർക്കൗട്ട് ചെയ്താൽ പെൺകുട്ടികളാണ് നല്ല ജോലിയിൽ പ്രവേശിക്കുക, നല്ല രീതിയിൽ വർക്ക് ചെയ്യുക. എവിടെ പോയാലും ഏത് കുടുംബം എടുത്താലും പെൺകുട്ടികളാണ് ഇതിന് മുൻപോട്ട് വരുന്നത്. അപ്പോൾ ജോലിയാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിസ്കഷൻ സ്റ്റാർട്ടിങ് തന്നെ എന്താണ് നിങ്ങൾ ചോദിച്ച മാതിരി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നോക്കേണ്ടത് ജോലിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ജോബ് ഓറിയൻറ്റഡ് ആയിരിക്കണം പഠിക്കുന്ന കോഴ്സുകൾ. എല്ലാ കോഴ്സും നമുക്ക് ജോലി തരാം. BCom പഠിച്ചാലും കോഴ്സ് കിട്ടും, BA സൈക്കോളജി പഠിച്ചാലും ജോലി കിട്ടും, BSc സുവോളജി പഠിച്ചാലും ജോലി കിട്ടും. അതേസമയം ഈ കോഴ്സിനെ പറ്റിയൊക്കെ ഓരോ ജോബ് മാർക്കറ്റിലൊരു വിശ്വാസമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു V മാതിരിയാണ്, 2 വിരൽ മാതിരിയാണ്. എല്ലാ മക്കൾക്കും എല്ലാ പാരൻസിനും താല്പര്യം മെഡിസിന് പോകണം, എഞ്ചിനീയറിങ്ങിന് പോകണം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോളേജുകളാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ റഫായിട്ട് എടുക്കുകയാണെങ്കിൽ 28ഓളം മെഡിക്കൽ കോളേജ് വന്നു കഴിഞ്ഞാൽ 172 എഞ്ചിനീയറിംഗ് കോളേജ് വന്നു കഴിഞ്ഞു. 2010 നോക്കുകയാണെങ്കിൽ ഏകദേശം 26-27 എഞ്ചിനീയറിംഗ് കോളേജ്, ഇപ്പോൾ 172. അപ്പോൾ കൂടുതൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിൽ വന്നുകൊണ്ട് അത് പഠിക്കാൻ മക്കൾ കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് നല്ല കോഴ്സാണ്, നല്ലവണ്ണം മക്കൾ പഠിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈയിടെ നമുക്കറിയാം, കഴിഞ്ഞൊരു 3-4 കൊല്ലമായിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചാൽ ജോലി കിട്ടില്ല എന്നൊരു വ്യവസ്ഥയൊക്കെ വന്നതൊക്കെ ഞാൻ പറഞ്ഞത് നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. ഈ മീഡിയയിലുള്ള കാര്യങ്ങളാണ് വാസ്തവമാട്ടോ. എന്ന് വെച്ചാൽ നാട്ടുകാർ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ്. ജോബ് മാത്രമാണോ? അല്ല, അയാൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളുമുണ്ട്. നമ്മൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ എന്താണ് മെയിനായിട്ട് ക്രൈറ്റീരിയ? ജോബ്. ഇനി പഠിച്ചവർക്കൊക്കെ ജോലി കിട്ടുമോ? ഒരു കോഴ്സ് പഠിച്ച് വളരെ മോശമായിട്ട് BTech പാസ്സായിച്ചാൽ അരിയർ പേപ്പറോട് BTech പാസ്സായവർക്ക് ജോലി കിട്ടുന്നുണ്ട്, BTech ഫസ്റ്റ് റാങ്ക് കിട്ടിയവർക്ക് ജോലി കിട്ടുന്നില്ല. അപ്പോൾ മെയിനായിട്ട് വേണ്ടത് ഒരു കോഴ്സ് പഠിക്കണം മാത്രമല്ല, ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ കോഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ജോലി ചെയ്യാനുള്ളൊരു കഴിവ് വേണം. നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു വാക്കിലോട്ട് കൊണ്ടുവരാം, ആപ്റ്റിറ്റ്യൂഡ്. അതൊരു മാജിക് വാക്കാണ്. ഏത് കോഴ്സ് പഠിക്കുമ്പോഴും ആപ്റ്റിറ്റ്യൂഡ് വേണം. ഇതിനൊരു തെറ്റിദ്ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാരൻസും കുട്ടികളൊക്കെ ടീച്ചർമാരൊക്കെ പറഞ്ഞത് കോഴ്സ് പഠിക്കാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കണമാക്കാം. ചില ടീച്ചേഴ്സ് പറയും നിനക്ക് ഡോക്ടർ ആകാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഇല്ല. സത്യമായിട്ടും പറയുകയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ പഠിക്കാനല്ല ആപ്റ്റിറ്റ്യൂഡ് വേണ്ടത്, പഠിച്ചു കഴിഞ്ഞാൽ ആകാൻ. ഇപ്പോൾ നമ്മൾ കോഴ്സ് ചേരുമ്പോൾ നമ്മൾ എന്താകും, അതായിത്തീരുമോ, അതായിത്തീരാൻ സഹായിക്കുന്നൊരു കോഴ്സാണ് നമ്മൾ പഠിക്കണത്. പക്ഷേ ആ കോഴ്സ് പഠിച്ചാൽ എല്ലാവരും അതാകണമെന്നില്ല. ഒരു ചെറിയതായിട്ടൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഈ കേരളത്തിലുള്ള 172 എഞ്ചിനീയറിംഗ് കോളേജിൽ ഏകദേശം 83,000 സീറ്റുണ്ട്. ഈ 83,000 സീറ്റിൻ്റെ AICT നടത്തിയൊരു സർവേ തന്നെ പറയണത് ഏകദേശം 65-70% മക്കളും എഞ്ചിനീയർമാരെല്ലാം ആകണത്.
അവർ പോണത് ബാങ്കിലോട്ട് പോവുക, ഗവൺമെൻറ് സർവീസിൽ പോവുക, സർവീസ് സെക്ടർ പോവുക. അപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന കോഴ്സ് പാസ്സായാൽ എഞ്ചിനീയർ ആകണം, മെഡിസിൻ എന്ന് പറഞ്ഞ കോഴ്സ് പാസ്സായാൽ ഡോക്ടർ ആകണം. മെഡിസിനെ മാറ്റി നിർത്താം, എഞ്ചിനീയറിംഗ് പാസ്സായാൽ എല്ലാവരും എഞ്ചിനീയർ ആകുന്നില്ല. എന്തുകൊണ്ടാണ്? എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കാൻ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാകും, പക്ഷേ അവർക്ക് ഒരു എഞ്ചിനീയർ ആകാൻ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവില്ല. അപ്പോൾ മോള് പറഞ്ഞതിനോട്ടൊരു ആൻസറിലോട്ട് എത്തുകയാണ്. അപ്പോൾ നമ്മൾ ഒരു കുട്ടി പഠിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളും പാരൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്ത് കോഴ്സ് പഠിക്കണം, എന്ത് കോഴ്സ് പഠിക്കണം. കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. എന്താ വെച്ചാൽ എന്ത് കോഴ്സ് പഠിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ നമ്മൾ എന്താകണം, എന്ത് പഠിക്കണം, എന്താകണം. അതൊരു നല്ലൊരു വേർഡിംഗ് ആണ്. അപ്പോൾ എന്താകണം എന്ന് തീരുമാനിച്ചിട്ട് വേണം എന്ത് കോഴ്സ് പഠിക്കണം. ഇപ്പോൾ മോള് ഞാൻ അറിഞ്ഞത് ബികോം പഠിക്കുകയാണ്. മിക്കവാറും മോളുടെ ബികോം കോഴ്സ് കഴിഞ്ഞാൽ എന്നെമാരിയുള്ള ഒരാളോടോ അല്ലെങ്കിൽ അധ്യാപകരോട് ചോദിക്കാം, ഞാൻ ബികോം പഠിച്ചു, എനിക്ക് എന്ത് ജോലി കിട്ടും? ഇതാണ് കേരളത്തിലെ കുട്ടികളൊക്കെ ചോദിക്കുന്നത്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചു, എന്ത് ജോലി കിട്ടും? മനസ്സിലാണ്. ഒരാളും MBBS പഠിച്ചിട്ട് എന്താകും നോക്കാം. MBBS പഠിച്ച ഡോക്ടറാണ്, MBBS ബോർഡ് വെച്ചാടോ. അപ്പോൾ ആ ഒരു കോഴ്സ് പ്രത്യേകതയാണ്. അപ്പോൾ ബികോം കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് എന്താ ജോലി എന്ന് ചിന്തിക്കണം. ആ ചിന്ത തന്നെ തെറ്റാണ്. എന്താകണമെന്ന് അറിഞ്ഞിട്ട് വേണം. അപ്പോൾ കോഴ്സും കരിയറായിട്ടുള്ള വരും. കോഴ്സ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ട്യൂട്ട് എന്ന് പറയാം, ഒരു പാലമാണ് എന്തിലോട്ട് ചേരാൻ, നമ്മുടെ കരിയറിലോട്ട് ചേരാൻ. ഓക്കെ സാർ, ഇപ്പോൾ ഒരു ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കോഴ്സ് ആയിക്കോട്ടെ, നമ്മളത് എടുക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിനെ നമുക്ക് രണ്ടായിട്ട് കാണാം, ജോലി വേറെ, കോഴ്സ് വേറെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പഠനം കഴിഞ്ഞിട്ടാണ് ജോലി. അതാണ് നമ്മുടെ ചിന്താഗതി. അതിൽ തെറ്റൊന്നുമില്ല. പഠനം കഴിഞ്ഞിട്ട് വേണം ചിന്താഗതി. അപ്പോൾ പഠിക്കാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജോലിക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ജോലിയുടെ കാര്യം മാറ്റി നിർത്താം. പറഞ്ഞു വരുന്നത് ഇത് രണ്ടിനും കറക്റ്റായിട്ടുള്ള ഓർഡറിലെടുക്കണം. എന്ത് പഠിച്ചിട്ട് നമ്മൾ എന്താകണം, എന്ത് കോഴ്സാണ് പഠിക്കേണ്ടത്, അത് പഠിച്ചാൽ എന്താകാം. ഒരു കോഴ്സ് പഠിച്ചാൽ ഇന്നതാകാമെന്നൊക്കെ കൃത്യമായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഓരോ കോഴ്സുകൾക്കും ഹൃദയമുണ്ട്. എഞ്ചിനീയറിംഗ് പഠിച്ചാൽ എവിടെ പോകണം? എഞ്ചിനീയറിംഗ് പഠിച്ചാൽ അയാൾ പോകേണ്ട പ്രോസസ് ലൈനിൽ പോകണം. ഒരു ബിടെക് പാസ്സായാലും അമേരിക്കയിലൊരു കുട്ടിയോ അല്ലെങ്കിൽ യൂറോപ്പിലൊരു കുട്ടിയോ ആദ്യം പോകുന്നത് ഇൻഡസ്ട്രിയിൽ കാല് വെക്കണം. പക്ഷേ ഇവിടെ അധികം ആൾക്കാരും എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇൻഡസ്ട്രി തന്നെ കാണുന്നില്ല. മനസ്സിലാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിൻ്റെ ഹൃദയമുണ്ട്. ആ ഹൃദയത്തിൽ എന്താണോ കൺസീവ് ചെയ്തേക്കണത് അത് മക്കളായാൽ ആ കോഴ്സ് നിലനിൽക്കും. ആ മക്കളാകാണ്ട് വേറെ രീതിയിൽ പോയാൽ കോഴ്സിൻ്റെ ഗ്ലാമർ പോവും. കുറച്ച് എഞ്ചിനീയറിംഗിൻ്റെ ഗ്ലാമർ പോയത് എങ്ങനെയാണ്? ബികോം വളരെ നല്ലൊരു കോഴ്സാണ്. ബികോം പഠിച്ചാൽ ടാക്സേഷൻ, ഫിനാൻസ്, അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് 4 സെക്ടറാണ്. ഈ സെക്ടറിൽ ജോലിക്ക് പോകണം. അങ്ങനെ സെക്ടറിൽ പോയാൽ മാത്രമേ ആ മക്കളും തുടങ്ങുള്ളൂ. ഇതൊരു നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? കോഴ്സ് എടുക്കുമ്പോൾ ആ കോഴ്സിൻ്റെ നിലനിൽപ്പ് തന്നെ ആ കുട്ടികളെ ഒരു കോഴ്സ് പഠിച്ച് നല്ല രീതിയിൽ ആ കുട്ടികൾ നല്ല ജോലിക്ക് പോയാൽ കോഴ്സിൻ്റെ പോപ്പുലാരിറ്റി കൂടും. ഇത് തന്നെയാണ് കോളേജസ്. ഒരു കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ജോലി കിട്ടിയാൽ കോളേജിൻ്റെ റേറ്റിംഗ് കൂടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിനോട്ട് വരുമ്പോൾ ബേസിക്കായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഞാൻ പറഞ്ഞ മാതിരി കോഴ്സ് പഠിക്കുമ്പോൾ പല കാര്യങ്ങളും പാരൻസും മക്കളും ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് അയാൾക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ്, എന്തൊക്കെയാണ് കുട്ടിയുടെ സ്വഭാവ രൂപീകരണം. കുറേയൊക്കെ കോഴ്സ് വഴി വരും. അയാളുടെ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് മനസ്സിലാകണ്ട. ഒരു ചിലപ്പോൾ കേട്ട് കാണും, കേരളത്തിൽ ഇപ്പോൾ ഒരു 2-3 മാസം മുമ്പ് ഉണ്ടായൊരു സംഭവമാണ്. ഞാനത് ഒരു ചാനലിൽ ഒരു പാരൻറ്റ് കരയുന്ന കണ്ടു, ഒരു അമ്മ കരയുന്ന കണ്ടു. ഒരു 18-20 വയസ്സിന് പ്രായമുള്ള 1-2 ആൺമക്കൾ ട്രിവാൻഡ്രത്ത് കുത്തിക്കൊലപ്പെട്ടു, രാത്രി മരിച്ചുപോയി. മരിച്ചിട്ട് പിറ്റേ ദിവസം ന്യൂസ് വരുന്നത് ഒരു ഇതിൽ കെട്ടുപോയി, ഡ്രഗിൻ്റെ ഒരു ഗ്യാങ്ങിൽ പെട്ടുപോയി. ആ അമ്മ കരയുന്ന സീനാണ് ഞാൻ ഒരു ചാനലിൽ കണ്ടത്. എങ്ങനെയാണ് അമ്മ പറയണത്? 10ാം ക്ലാസ് വരെ പൊന്നുമോനായിരുന്നു, 10ാം ക്ലാസ് വരെ 90% മാർക്ക് മേടിച്ചിട്ടുണ്ട്, 8-9 മിടുക്കനായിരുന്നു, എല്ലാത്തിലും ക്ലാസ്സിൽ ഫസ്റ്റായി. +1 +2 കഴിഞ്ഞപ്പോൾ അവന് ഡ്രഗിൻ്റെ ഇതിൽ സെറ്റിൽ പെട്ടുപോയി. ഡ്രഗ് കഴിച്ചു തുടങ്ങി. ആ ഡ്രഗിൻ്റെ ഒരു ഇഫക്റ്റിലാണ് അവിടെ ഒരു ക്ലാഷ് നടന്നു, അതിൽ മരിച്ചു പോയതാണ്. അപ്പോൾ ആ കുട്ടിയുടെ കംപ്ലീറ്റ് ആറ്റിറ്റ്യൂഡ്, ക്യാരക്ടർ, സ്വഭാവം, എല്ലാ ഗുണങ്ങളും 2 കൊല്ലം കൊണ്ട് മാറി. എവിടെ നിന്നാണ് വന്നത്? പിയർ ഗ്രൂപ്പ്. അപ്പം പാരൻസ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും നല്ല കോളേജിൽ കൊണ്ട് ചേർക്കുക, ബ്രാൻഡുള്ള കോളേജിൽ കൊണ്ട് ചേർക്കുക. ജോലി ഇതൊന്നും നോക്കണ്ട, ജോലി കിട്ടുമായിരിക്കും. ഒരു നല്ലവണ്ണം ഒരു കുട്ടി പാസ്സായി, ബിടെക് പാസ്സായി, ടോപ്പ് എഞ്ചിനീയറിംഗ് ജോലി കിട്ടി. എന്താ കാര്യം? ക്യാരക്ടർ മോശമായ. വൺസ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവരിതിങ്. അപ്പോൾ പിയർ പഠിക്കുന്ന എന്ത് ടൈപ്പ് മക്കൾ അവിടെ പഠിക്കാൻ വരുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഫോർമേഷൻ, ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ്, സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്. കുറേ അധികം സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്, സോഷ്യലി കമ്മിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ അധികം സോഷ്യൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഈ മക്കളെ കൊണ്ട് ഉപയോഗിച്ച് NGO പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് നല്ല കാരുണ്യ കാര്യങ്ങളൊക്കെ ചെയ്യിക്കണത് മക്കൾ ഇത് കഴിഞ്ഞാൽ കാരുണ്യ കാര്യം ചെയ്യാനല്ല. അങ്ങനെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വരുമ്പോഴാണ് നമ്മുടെ സോഷ്യൽ ഓബ്ലിഗേഷൻ വരുന്നത്. അങ്ങനെ സോഷ്യൽ ഓബ്ലിഗേഷനെ കണ്ടുപോകാനും കുറവാണ് നമ്മുടെ രാജ്യത്ത്. ഇഷ്ടംമാതിരി സോഷ്യൽ ഇഷ്യൂസാണ്, ശരിയല്ലേ? ഇതൊക്കെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻ്റാണ്. അപ്പോൾ അയാളുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഹാബിച്വൽ ഡെവലപ്മെൻറ്റ്, ക്യാരക്ടർ ഫോർമേഷൻ, ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ്, ഇതെല്ലാം കൂടാണ്ട് അയാൾക്കൊരു അക്കാഡമിക് ബ്രില്യൻസ്.
ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ആ സബ്ജക്റ്റും എടുക്കാനാവണം, എന്നാൽ മാത്രമേ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആൾക്ക് ഡയറക്റ്റായിട്ട്. അത് കൂടാണ്ട് ഇതൊക്കെ ഒരു ജോലിയിൽ എത്തിക്കുകയും വേണം. അപ്പോൾ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങളാണ്. അതിന് മെയിനായിട്ടുള്ള കാതലായിട്ടുള്ള വാക്കുകൾ, ഒരു പാസ്വേഡ് തന്നെ പറയാം. കോഴ്സ് കഴിഞ്ഞ് ചേരുമ്പോൾ നമുക്ക് ഇതൊക്കെ കൂടി എല്ലാം എടുക്കേണ്ട കാര്യത്തിൽ എല്ലാവരും പറയും, നമ്മൾ എവിടെ പോയാലും കേൾക്കുന്ന ഒരു വാക്കാണ് ആപ്റ്റിറ്റ്യൂഡ്. കൊണ്ട് നിർത്തുന്നത് ആപ്റ്റിറ്റ്യൂഡ്. ഈ ഒരു സ്പെല്ലിംഗ് വ്യത്യാസമാണ് ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, രണ്ട് വാക്കുകളാണ്. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വാക്കും മോള് ചെറിയ കുട്ടിയായിട്ട് ഈ രണ്ട് വാക്കുകളും മനസ്സിൽ ഓർക്കണം കേട്ടോ. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വാക്ക്, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ വാക്ക്, ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാം.